തുറന്നില്ല ഞങ്ങൾ ചവിട്ടി പൊളിക്കും. ഇന്നടെ താക്കോലി തുറക്ക്, തുറക്കടാ. ഈ നാട് മുഴുവൻ വിധി എഴുതണമെങ്കിൽ മൈ ബർത്ത് വാസ് മൈ മിസ്റ്റേക്ക്. ഈ രാജ്യത്ത് ഈ വ്യവസ്ഥിതിയിൽ ജനിച്ചു പോയി എന്ന ഒറ്റ തെറ്റ് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. യുവർ ഓണർ, ഞങ്ങളെയൊക്കെ വഴിയാധാരമാക്കിട്ട് നീയൊക്കെ ഇവിടെ എന്തുണ്ടാക്കാൻ പോവാ? ഒരുമാതിരി നാളെ വർത്താൻ എന്നോട് പറയരുത്. കഷ്ടപ്പെട്ട് ഇവനെ സെക്രട്ടറി ആക്കിയിട്ട് ഇവനിപ്പോ നമുക്ക് വരാം. മൂടി വെക്കാം, വളർച്ചയൊടിക്കാം, പക്ഷേ ഒരു നാളും ഒരു ഇരുട്ട് അതേ പുറത്ത് വരും. Shall I remind you something? നിനക്ക് ഇത്ര പ്രായമായില്ലടാ, കൊണ്ടും പോയിട്ട് ജീവിക്കാൻ പോലെ ഈ പിള്ളേരെ നശിപ്പിക്കാൻ നടക്കുന്ന എന്തിനാണ്? Old man, what's going on here? What's wrong with you? Hey, come on, man. ഇതുകൊണ്ടൊന്നും ഞാൻ തളരില്ല. അമ്മായി ഫിഷ് ഫ്രൈ. താനീ ചെയ്ത തെറ്റുകളുടെ ശിക്ഷ താൻ തന്നെ ചുമന്ന് അനുഭവിക്കേ, അല്ലെ പോയി ചാവ്. സാറേ നമ്മളൊരു സെറ്റിൽമെന്റിൽ എത്തലാം. ഇനി ഞാൻ സാറിന്റെ ഫാമിലിയെ ഡിസ്റ്റർബ് ചെയ്യില്ല. സാറിന് ചെലവ് വിട്ടിട്. ഈ സിദ്ധാർത്ഥൻ എവിടെ? സിദ്ധാർത്ഥനോ? അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ കുഞ്ഞെ. അപ്പൂപ്പനേതാ? ഞാൻ ക്രിസ്മസ് അപ്പൂപ്പൻ. അയ്യേ, എനിക്കൊന്നും വേണ്ടി കാട്ടുമാക്കാൻ. സാരമില്ലടാ, പോട്ടടാ. കൊച്ചൊരിത്തിൽ കണ്ണിയ 12 ആനി അതിന്റെ തോറ്റും തരാന്നാലും ഇനി അങ്ങോട്ട് ഞാനില്ല. പോയോർത്തോളം മതിയായി. തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ കാവല്. ഒരു കാവലും ഇല്ല. ഒരാൾക്ക് ജീവിതത്തിൽ 4 ചാൻസേ കിട്ടത്തുള്ളൂ. 3-മത്തെയോ 4-മത്തെയോ ഗ്രൂപ്പിലെങ്കിലും മരിക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ഉൾപ്പെടണ്ടേടാ. പെടണം. നിങ്ങൾ നോക്കിയോ, കളി ഞാനൊന്ന് മാറ്റി കളിക്കാൻ പോവാ. എന്റെ ഈ ശശി എന്നുള്ള പേരുണ്ടല്ലോ, അത് ഗസറ്റി കൊടുത്ത് അങ്ങ് മാറ്റി. അത് കിടക്ക് തീവർത്ത് കാലക്ക്. ശശിയുടെ പുതിയ പേരെന്താ ശശി? സോമൻ. അറിയതിന്റെ മുഖം മാത്രമേ ഉള്ളൂ, പക മാറിയിട്ടില്ലടാ. അവരാളെ ഇറക്കുമതി ചെയ്ത് പണിയുന്ന സ്ഥിതിക്ക് നമ്മളും ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അല്ല, അവരിറക്കി കളിച്ചാ നമ്മൾ കേറി കളിക്കും. ഒന്നും പേടിക്കണ്ട, ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ചേട്ടായിക്ക് എങ്ങനെയുണ്ട് ഇപ്പൊ? ഞാനും ഒക്കെയാണ്. ഇത്രയും കാലം നീ എപ്പ വിളിച്ചാലും ഞാൻ വെളിപ്പുറത്തുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ടുണ്ടാവും. ഞാൻ കണക്ക് തീർക്കാൻ ഈ ചാന തനിച്ച് വിടില്ല. ഞങ്ങള് അവസാനം വരെ കൂടെ തന്നെ കാണും, ഞാനും ദൈവനും. മുതലാളി സത്യസന്ധതയുടെ മുഖം കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇങ്ങോട്ട് നോക്കിയേ. ഈ മുഖം നിറയെ സത്യസന്ധതയാണ്, ആത്മാർത്ഥതയാണ്. പണം കൊണ്ട് പിച്ചക്കാരനാണെങ്കിലും സ്നേഹത്തിൽ കോടീശ്വരനാ. സ്നേഹത്തിന്റെ ഭാഷ നല്ലോണം അറിയാം. ആരാ പുതിയ അവതാരം? അയ്യോ അമ്മച്ചിയെ നിങ്ങളൊന്നും കാണാൻ വഴിയില്ല, കാരണം അമ്മച്ചി പുറത്തിറങ്ങാറില്ല. ഒരു മിനിറ്റ്. മക്കളമ്മച്ചിയെ കാണാനുണ്ടല്ലേ? അയ്യോ, എന്നെ പോലെയുള്ള വ്യക്തികൾ തനിച്ച് നിന്ന് ചില പോരാട്ടങ്ങൾ നടത്തേണ്ടി വരും. പ്രത്യാഘാതങ്ങളെ ഞാൻ ഭയപ്പെടുന്നില്ല. എന്താ തന്റെ ഉദ്ദേശം? ഇവിടെ വരുന്നവരെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഒരു ഉദ്ദേശമുണ്ട്. തന്നെ തട്ടുക. നിങ്ങൾ കാണുന്നില്ലേ എന്റെ കണ്ണുകളിലെ പ്രണയം? ഇവിടെ കിടന്ന് വലിയ ഷോ ഇറക്കിയാലുണ്ടല്ലോ. പേടിപ്പിക്കില്ല മാഡം. ഞാൻ എന്റെ സർക്കാർ ടാഗ് ഇട്ട് വന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിച്ചേനെ. സംസാരിക്കുമ്പോ ഒടുക്കത്തെ ധൈര്യം അമ്മച്ചി, പക്ഷെ പ്രവർത്തിയോടെ അടുക്കുമ്പോഴേക്കും ധൈര്യം ഒക്കെ ചോർന്നു പോവും. എല്ലാം ശരിയാവും, അമ്മച്ചി നോക്കിക്കോ. പലരും പലതും പറഞ്ഞ് നമ്മളെ ഇളക്കും, മോഹിപ്പിക്കും. പക്ഷെ നമ്മൾ മോഹിക്കാൻ പാടില്ല. നമുക്ക് മോഹിക്കാൻ അവകാശമില്ല. എന്റെ വീട്ടിൽ എനിക്ക് മാത്രം സമ്പാദിക്കണം എന്ന് അറിഞ്ഞൂടോ? എല്ലാരും പറഞ്ഞ ഞാനൊരു ദൂരത്തിനാണെന്നാണ്. ബോസിനെ എന്നെ കണ്ട് ഞാനൊരു ദൂരത്തിനാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ നിനക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നീ കൊണ്ടുപോകും.
എന്താണാവോ അങ്ങയുടെ ലിസ്റ്റിലുള്ളത്? അവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഡോണായിട്ട് ജീവിക്കുക. ഡോണ? അതെ. നീ ഒന്ന് അങ്ങോട്ട് നോക്കി, ഇനി ഒന്ന് ഇങ്ങോട്ട് നോക്കി. ഇതാണ് അവസ്ഥ. പെരുന്നാളും നടത്തും, പൊന്നും പണവും കൊണ്ടുപോവുകയും ചെയ്യും. താൻ ഇതിനകത്ത് കയറിട്ട് വേണ്ട തെളിയിക്കാൻ. ഈ ആത്മീയ കൈക്കാലം കയർ കാല് വെട്ടി കുത്താർ കുതാവുക സംഭവം ഏതെല്ലാം വഴിക്ക് നീ എന്നെ ഒതുക്കുന്നോ അതിനപ്പുറത്തെ വഴിക്ക് വേലായിരം നീ എന്നെ ഒതുക്കും. ഇനി എന്താ പരിപാടി? പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ, ഇനി സമ്മാനദാനല്ലേ. ഇനി മറ്റൊരു വലിയ മനുഷ്യനുണ്ട്. ഈ നാടിന്റെ കുന്തിരിക്കമായ രോമാഞ്ച കഞ്ചുകിതനായ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട കുറുപ്പ് സാർ. അവള് പോയെങ്കിൽ പോട്ടടാ, അല്ലെങ്കിൽ തന്നെ നിങ്ങൾ തമ്മിൽ ഒരു ചേർച്ചയില്ല. ഹാപ്പിയാണോ? അത് കഴിയുമ്പോഴേക്കും ഞാനെല്ലാം ഒന്ന് ശരിയാക്കണ്ട. അപ്പോ ഞമ്മക്ക് ഇനി എപ്പാ മണികളിലേക്ക് ഒന്ന് കേറാൻ പറ്റുക? എത്ര നാളിങ്ങനെ നീ വാലാട്ടി നടക്കും? നിന്റെ തോളത്തെ മേട കുറച്ച് കാലം നീയാണിനി ഇൻസ്പെക്ടർ. ഇത്രയും കാലം അമ്മച്ചി അവന്റെ നന്മയ്ക്ക് വേണ്ടി തെളിയിച്ച മെഴുകുതിരികളൊന്നും വെറുതെ കത്തി തീർന്നിട്ടില്ല, അത് ഉറപ്പാ. നീ വിഷമിക്കാതിരിക്കേ, നമുക്ക് അടുത്ത തവണ പഠിക്കാം. ഇതാണ് എന്റെ ചങ്ങായിമാര്. വെറും ചങ്ങായിമാരല്ല കേട്ടോ, തച്ച് കിട്ടിയ ചങ്ങായിമാര്. അതൊക്കെ സണ്ണി ചേട്ടൻ സമ്മതിക്കണം. മോളി നിൽക്കുവാ, ഈ പ്രായത്തിൽ എന്നാ ഒരു ഇതാ കൊണ്ടുപോ. ചന്ദ്രഹാസൻ കുത്തുവാള എടുത്തോ? ചന്ദ്രഹാസൻ കുത്തുവാള എന്നാ വന്നത്, അതിപ്പോഴെടുത്ത് വെച്ചിട്ടുണ്ട്. അവന്റെ ഒടുക്കത്തെ കളിയാ ഇതോടെ. അവന്റെ ഷോയ്ക്ക് ഞാൻ കാർസ്റ്റനിടും. ഈ വ്യക്തികൾ അങ്ങേയറ്റം അപകടകാരികളും ആയുധധാരികളുമാണെന്നും അധികാരികൾ മുന്നറിയിക്കുന്നു. ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യില്ല. തമ്മിൽ ഒരുത്തനെ കൊന്നു തീർക്കാനായിരുന്നെങ്കിൽ എനിക്കും നീലനും അതെന്നേ ആവാമായിരുന്നു. അവനുണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് മുണ്ടക്കൽ ശേഖരനുണ്ടായത്. ഒരുത്തനും വന്നിട്ടില്ല നമ്മുടെ മോശം സമയത്ത് നമ്മളോടൊപ്പം നിൽക്കാൻ. വല്ല കാര്യം ഉണ്ടായോ? ഒരു കൂട്ടുകാരെ സഹായിക്കാൻ വന്നിട്ടില്ല. ഒരല്പം അവകാശം കൂടെ, ഒരു 10 കൊല്ലം കൂടെ തന്നാ മൊത്തം തുകയുടെ പകുതിയെങ്കിലും ഞാൻ അടച്ചു തീർത്തോളാം. ഞാൻ ക്ഷണിക്കുക പോലും ചെയ്യാതെ എന്റെ ജീവിതത്തിലേക്ക് ഒരു സുഹൃത്ത് കടന്നു വന്നു. മറ്റെല്ലാവർക്കും ഇടയ്ക്ക് എവിടെയോ എന്നെ ബോറടിച്ചപ്പോ എന്റെ കുറവുകളെ പോലും മടുത്തു പോകാതിരുന്ന എന്റെ ഒരേ ഒരു സുഹൃത്ത്. ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോ പെട്ടെന്ന് TT എന്ന് പറയാണ്, ഇയാൾ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിക്കോണം, അതുവരെ ടിക്കറ്റ് ഉള്ളൂ എന്നറിയുമ്പോൾ ഉള്ള ഒരു ഷോക്ക്, അത് വല്ലാത്തൊരു ഫീലാണ്. 3.5 മില്യന്റെ കണക്ക് പറയുമായിരുന്നില്ലേ നീ? ഒരു ഫ്രണ്ട് ഉണ്ടോ, റിയൽ ഫ്രണ്ടായിട്ട് ലൈഫിൽ ആരെങ്കിലും? നിനക്ക് സ്വന്തം എന്ന് പറയാൻ ആരുമില്ലേ? ചേട്ടാ, എന്താടാ? എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, പ്രിയയ്ക്ക് ഒരു കല്യാണക്കുറി കൊടുത്താലോ? പ്രിയ പറയുന്ന കേക്കടാ. പക്ഷെ വേണമെന്ന് വിചാരിച്ചാൽ പോലും എന്നെ കൊണ്ടാവില്ല. ഒരാവശ്യം വന്നപ്പോ എല്ലാവർക്കും എന്നെ വേണം. അല്ലെങ്കിലും സ്വന്തം കാര്യം വരുമ്പോ എല്ലാവരും സ്വാർത്ഥരാണല്ലോ. എന്തെന്റെ പേരിലായാലും കാണാൻ ആളുള്ളതുകൊണ്ട് ആ കണ്ണീരിനൊരു വിലൻ. പക്ഷേ ഈ ഒറ്റക്കണ്ണന്റെ കണ്ണീര് കാണാൻ മോളിലാകാശവും തല മനസ്സിലായതുകൊണ്ടായിരിക്കും എനിക്ക് ഈ കണ്ണീരെന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴേ കളിതം വായിച്ചു. അയ്യേ, എനിക്കെന്തിനാ ടിഷ്യൂ? ഞാൻ കരയാറില്ലല്ലോ. കൊച്ചുട്ടി അച്ചാച്ചനെ കാരണന്മാരൊക്കെ ശാപമായിരിക്കും. കണ്ടില്ലേ, ചത്ത കഴിഞ്ഞാൽ കൊള്ളുവേക്കാൻ ഒരു കൊച്ചു പോലുമില്ല. ആരോരും ഇല്ലാത്തവനാണ് നീ ഇവിടെ പറയുന്നത് കേട്ടു. എന്താ, ഞാൻ നിന്റെ ആരുമല്ലേ? നിങ്ങളും കൂടി നഷ്ടപ്പെടരുതെന്ന് വിചാരിച്ചാ. എന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞാ ചിലപ്പോ എത്ര വലിയ സുഹൃത്തും എന്നെ കൈവിടിയും. പിടിച്ചു നിൽക്കാവുന്നത്രയും ഞാൻ പിടിച്ചു നിൽക്കാം. പറ്റുന്നില്ലെങ്കിൽ മോനെ, എന്താടാ നിന്റെ പ്രശ്നം? എടാ, നിനക്കൊരു പ്രശ്നം ഉണ്ടായി ഞാനുണ്ടാവില്ലടാ. ഞാൻ മാറാൻ ശ്രമിച്ചോളാം സാർ.
ഞാൻ മാറാൻ ശ്രമിച്ചോളാം. ലാസ്റ്റ് ടൈമും ഇത് തന്നെ നീ എന്നോട് പറഞ്ഞത്. കോയിന്നുംകുട്ടി നീ നന്നാവില്ല. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? ജീവിതത്തിൽ ഒരവസരം എല്ലാവർക്കും കിട്ടും രക്ഷപ്പെടാൻ. നിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരുപാട് അവസരങ്ങൾ മാറി മാറി വന്നു. നീ അതൊക്കെ കണ്ടില്ല എന്ന് നടിച്ചു. നിനക്കെന്ത് തോന്നുന്നു? ഇത്തവണ ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ട്. ഇത് തന്നെയല്ലേ ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. ഇത് അതുപോലെയല്ല. ഈ ഒരു മറയ്ക്കപ്പുറം വന്ന് നിങ്ങളുടെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിക്കാൻ എനിക്ക് കഴിയില്ല. തൊടാതെ ഞാൻ തൊട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ലോകം മുഴുവൻ എതിർത്ത് നിന്നാലും ഞാനുണ്ടാവും. ഇത് ജീവിത തോറ്റു കൊടുക്കരുത്, ജയിച്ച് കാണിച്ചു കൊടുക്കണം. ഞാൻ തിരിച്ചു പോണം. പിന്നെ എന്തിനാണ് ഇവൻ ഇത്രയും വലിയ ഇൻട്രൊഡക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്നത് ഇവന്റെ കഥയാണ്. വെടി ശരിക്കും അച്ചായന്റെ നെഞ്ചത്തിട്ട് തന്നെയാവും പൊട്ടിച്ചത്. ആരാണ് ശക്തനെന്ന് പല യുദ്ധത്തിൽ എതിരാളിയെ മലർത്തിയടിക്കുന്നവനല്ല ശക്തൻ, മറിച്ച് തന്റെ കോപത്തെ അടക്കി നിർത്തുന്നവനാണ് ശക്തൻ. നിനക്കെന്താ വേണ്ടത്? പറഞ്ഞോ, എന്താണെങ്കിലും ചെയ്യാം. എനിക്ക് വേണ്ടത് നിങ്ങൾക്കൊക്കെ ആവശ്യമുള്ളത് തന്നെയാ. പക്ഷേ നിന്നെനിക്ക് വേണം. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. 5 അല്ല 50 കൊല്ലം വേണമെങ്കിൽ ഞാൻ കാത്തിരിക്കാം. എവിടെ പോയി കളിച്ചാലും കപ്പുമായിട്ടാണ് ഈ ചേട്ടന്മാര് തിരിച്ചു വരാറുള്ളത്. വായിൽ വെള്ളിക്കരണ്ടിയായിട്ട് പിറന്നു വീണ നിനക്കൊക്കെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ മനസ്സിലാവില്ല. നീ നോക്കിയോ, ഭരണം ഞങ്ങളുടെ കയ്യിൽ വരും. അവൻ ജീവനോടിരിക്കുന്ന കാലം ഈ നികൃഷ്ട ലോകത്തിന്റെ ആശകൾ നിറവേറ്റുന്ന സുൽത്താനായി വാഴണം. ഒരാളും കൂടി ഉണ്ട്. ഗ്ലാനിർഭവതി ഭാരത. അമ്മേ ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ലൂയിസ് പണ്ടേ മനസ്സിൽ കുറിച്ചിട്ടുള്ള സാറേ, പണത്തിന് മേലെ ലൂയിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കർത്താവും പിന്നെ ഈ ആണ്ടിയും. വിധി പ്രസ്താവിക്കുന്നതും ശിക്ഷ നടപ്പാക്കുന്നതും ഇനി ഞാൻ തന്നെ ആയിരിക്കും. ഇത് മുഴുവില്ല, ഇത് ആരംഭം. അതുവരേക്കും ഒരു ചിന്ന ബ്രേക്ക്.